Good morning, everyone. In the last class, we had seen what wedge friction is, and also we had done two numerical problems using wedge friction. Today, we will learn ladder friction. First, we'll see what ladder friction is. Figure നോക്കുക. Figureൽ this is a ladder. ആ ladder ഈ wallന് against ആയിട്ട് lean ചെയ്തിരിക്കുകയാണ്. ഇവിടെ you can see the floor also. Okay. ആ ladderന്റെ length, total length L ആണ്. അതിന്റെ weight is concentrated at the center of gravity. G എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റ് സെൻറ്ററിലാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും ഡിസ്റ്റൻസ് L/2ഉം ഇത് L/2 ആണ്. ദ ലാഡർ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇനി ഈ വാളിനും ഈ ഫ്ലോറിനും രണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. വാളിൻ്റെത് മ്യൂ സഫിക്സ് W ആൻഡ് ഫ്ലോറിൻ്റെത് മ്യൂ സഫിക്സ് F. Figure shows a ladder AB of length L resting on the ground and leaning against a wall with an inclination of theta with the horizontal. Let RA be the reaction of the ladder at the floor. അപ്പം നമുക്കറിയാം ഈ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിനെ എ എന്നും ഇവിടെ ബി എന്നും വിളിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത് ആ ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ്. അപ്പോൾ ഇത് പോയിന്റ് എ, പോയിന്റ് ബി. പോയിന്റ് എയിൽ നമുക്കറിയാം റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് RA, ആൻഡ് പോയിന്റ് ബിയിൽ റിയാക്ഷൻ ഫ്രം ദ വാൾ ആക്ട് ചെയ്യുന്നുണ്ട് പെർപെൻഡിക്കുലർ ടു ദ വാൾ RB. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്രിക്ഷൻ നോക്കാം. രണ്ട് പോയിന്റിലും ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിക്കേ. ഈ ലാഡറിൽ കൂടുതൽ ഫോഴ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ആ ലാഡറിലേക്ക് ക്ലൈംബ് ചെയ്യുമ്പോൾ ഈ ലാഡറിനെ എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി? ഈ പോർഷൻ ബാക്കിലേക്ക് വരാനാണ് ടെൻഡൻസി അല്ലേ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഫ്രിക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഇനി ഈ ടോപ്പ് പോയിന്റ് നോക്കിക്കേ. താഴത്തെ പോയിന്റ് ബി പോയിന്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ, എ പോയിന്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ബി പോയിന്റ് എങ്ങോട്ട് വരും? ഇത് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ മുകളിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ RB ആയതുകൊണ്ട് ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μW ഇൻറ്റു RB. μW എന്താണ്? ഈ വാളും ലാഡറുമായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഫ്രിക്ഷണൽ ഫോഴ്സ് FA ആണ്. FA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം μF ഇൻറ്റു RA ആണെന്നറിയാം. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. പിന്നെ വെയിറ്റ് ഓഫ് ദ ലാഡർ W ആക്ടിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത്രയുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. സോ RA ഇസ് ദ റിയാക്ഷൻ ഓൺ ദ ലാഡർ അറ്റ് A. RB ഇസ് ദ റിയാക്ഷൻ ഓൺ ദ ലാഡർ അറ്റ് B. Assume μF and μW be the coefficient of friction at the floor and the wall. ഇവിടെ മ്യൂ കാണിച്ചിട്ടില്ല, നിങ്ങൾ μF എന്നും μW എന്നും തന്നെ എഴുതുക. Coefficient of friction at the floor and the wall. Due to the self weight or some man standing on the ladder, the upper end B of the ladder tends to slip downwards. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരാൾ കയറിയാലോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വെയിറ്റ് കൊണ്ടോ ഇതിൻ്റെ എപ്പോഴും മൂവ്മെൻറ്റ് ഇവിടുന്ന് റൈറ്റിലേക്കായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ it has a tendency to slip downwards. Upper end has a tendency to slip downwards. Frictional force between the wall and the ladder FB is equal to μW into RB acting upwards. Lower end A of the ladder will tend to move towards right, and hence the force of friction between A and the floor FA is equal to μF into RA. Okay, അപ്പോൾ assume the weight of the ladder W acting on the center of gravity G. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. W വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, RB റിയാക്ഷൻ ഫ്രം ദ വാൾ പെർപെൻഡിക്കുലർ ടു ദ വാൾ, RA റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോർ, μW into RB frictional force at B acting upwards, and μF into RA frictional force at A acting towards the left. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നോർമൽ റിയാക്ഷൻ അറ്റ് ദ ഫ്ലോർ RA, frictional resistance at the floor FA which is equal to μF into RA, normal reaction at the wall RB, frictional resistance at the wall FB is equal to μW into RB, and then weight of the ladder W acting downwards at G. ഇനി ഇവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ കാണുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ്. Algebraic sum of the horizontal forces must be equal to 0. നമ്മൾ എഴുതാറുണ്ട് സിഗ്മ FH is equal to 0. Similarly, algebraic sum of the vertical forces must be 0. That is sigma FV is equal to 0.
ആൻഡ് സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് എനി പോയിന്റ് മസ്റ്റ് ബി ഈക്വൽ ടു സീറോ. അപ്പം നമ്മൾ ഏതൊരു പോയിന്റിലും എടുത്ത് ഉണ്ടാകുന്ന മൊമെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ സം നോക്കിക്കഴിഞ്ഞാൽ അതും സീറോ ആയിരിക്കണം. ഈ മൂന്നാണ് ലാഡറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതിനെ ഇക്വേഷൻ ഫോമാറ്റിൽ എഴുതിയേക്കുവാണ്. സോ ഫോർ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ കേസിൽ സിഗ്മ എഫ് എക്സ് അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സം ഇസ് ഈക്വൽ ടു സീറോ. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെ വരും? ഫിഗർ നോക്കിക്കേ, ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ആർ ബി ഇസ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് മ്യൂ എഫ് ഇൻറ്റു ആർ എ അല്ലെങ്കിൽ എഫ് എ ദാറ്റ് ഈസ് ഓൾസോ എ ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ആർ ബി പ്ലസ് മ്യൂ എഫ് ഇൻറ്റു ആർ എ ഇസ് ഈക്വൽ ടു സീറോ. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആർ ബി മൈനസ് മ്യൂ എഫ് ഇൻറ്റു ആർ എ ആണ് അല്ലേ? ഫിഗർ നോക്കിക്കേ, മ്യൂ എഫിൻ്റെ ആർ എ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ആർ ബി ടുവേർഡ്സ് റൈറ്റ് ആണ്. അത് കറക്റ്റായിട്ട് തന്നെ എഴുതണേ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ആർ ബി മൈനസ് മ്യൂ എഫ് ഇൻറ്റു ആർ എ ഇസ് ഈക്വൽ ടു സീറോ. സിമിലർലി സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇക്വേഷൻ നോക്കിക്കേ, വെർട്ടിക്കൽ ഫോഴ്സ് സം ഓഫ് ദി വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു സീറോ. ഏതൊക്കെയുണ്ട് വെർട്ടിക്കൽ ഫോഴ്സസ്? മ്യൂ ഡബ്ല്യു ഇൻറ്റു ആർ ബി upwards so positive, RA upwards positive, W downwards negative. So equation എന്താകും നോക്കിക്കേ, RA plus mu W into RB minus W is equal to 0. ഇനി sigma MA is equal to 0. Moment about A is equal to 0. ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ വരുന്ന ടോട്ടൽ മൊമെന്റ് 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, അവിടെയും വരുന്ന ടോട്ടൽ മൊമെന്റ് 0 ആയിരിക്കും. അങ്ങനെ ഏത് പോയിന്റിൽ നമ്മൾ ടോട്ടൽ മൊമെന്റ് എടുത്താലും അതെല്ലാം 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എം എക്ക് 0, എക്ക് അബൌട്ടായിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് വരും? ആർ ബി വരും, മ്യൂ ഡബ്ല്യു ഇൻറ്റു ആർ ബി വരും, ഡബ്ല്യു വരും അല്ലേ? ഇനി അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുമോ നോക്കിക്കേ, ആർ ബി ഇൻറ്റു എൽ സൈൻ തീറ്റ. എൽ സൈൻ തീറ്റ എവിടെ നിന്ന് കിട്ടി? ഇക്വേഷൻ നോക്കിക്കേ, സോറി ഫിഗർ നോക്കിക്കേ. ആർ ബി എന്ന് പറയുന്നത് ഇതാണ് ഫോഴ്സ്. അപ്പോൾ ഈ ആർ ബി എന്ന ഫോഴ്സ് മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ഏതാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? നമുക്കറിയാം മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ നീട്ടി വരച്ചിട്ട് ആ പോയിന്റിൻ്റെ അവിടുന്ന് ആ ഫോഴ്സിനെ നീട്ടി വരച്ചത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതെത്ര വരും? നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ ലെങ്ത് ഓഫ് ദ ലാഡർ എൽ ആണെന്നറിയാം, ഈ ആംഗിൾ തീറ്റ ആണെന്നറിയാം. അപ്പോൾ ബി സി എത്ര വരും? ബി സി വിൽ ബി എൽ സൈൻ തീറ്റ. അത് തന്നെയാണോ എടുത്തേക്കുന്നത് നോക്കിക്കേ, ദാ ആർ ബി ഇൻറ്റു എൽ സൈൻ തീറ്റ. ഇനി ഏതാണ് ഫോഴ്സ് വരുന്നത്? വെർട്ടിക്കൽ ഫോഴ്സ്. ദാ ഇവിടെ മ്യൂ ഡബ്ല്യു ഇൻറ്റു ആർ ബി എന്ന വെർട്ടിക്കൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈ ഫോഴ്സിനെ നേരെ വരച്ചു കഴിഞ്ഞാൽ ദാ ഈ എ സി ആണ് ആ ഫോഴ്സും നമ്മൾ എടുക്കുന്ന പോയിന്റുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എ സി ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്കറിയാം ഇത് എല്ലും ആണ്, ഇത് തീറ്റയും ആണെങ്കിൽ എ സി വിൽ ബി എൽ കോസ് തീറ്റ. സോ ഇതിൻ്റെയൊക്കെ സൈൻ എങ്ങനെയാണ് വരുന്നത്? ആർ ബി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, സോ പോസിറ്റീവ്. സിമിലർലി മ്യൂ ഡബ്ല്യു ഇൻറ്റു ആർ ബി എന്ന് പറയുന്നതും ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, സോ അതും പോസിറ്റീവ് ആണ്. പിന്നെ വരുന്നത് ഡബ്ല്യുവിൻ്റെ ആണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, സോ അത് നെഗറ്റീവ് ആയിരിക്കും. ഡബ്ല്യുവിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫിഗർ നോക്കി, ഇതാണ് ഡബ്ല്യു. ഡബ്ല്യു ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഡി ആണ്. എ ഡി എത്രയായിരിക്കും? എൽ ബൈ ടു കോസ് തീറ്റ. ഇനി അതിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നത് നോക്കിക്കേ, സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0. ആർ ബി ഇൻറ്റു എൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ ഡബ്ല്യു ആർ ബി ഇൻറ്റു എൽ കോസ് തീറ്റ ഇസ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർ ബിയും പോയിന്റ് എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണിത്. അതുപോലെ മ്യൂ ഡബ്ല്യു ആർ ബിയും പോയിന്റ് എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണിത്. അതുപോലെ ഡബ്ല്യു പോയിന്റ് എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണിത്. ആർ ബിയും മ്യൂ ഡബ്ല്യു ആർ ബിയും ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, അതുകൊണ്ട് അത് രണ്ട് പോസിറ്റീവ്. ഡബ്ല്യു ക്രിയേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, സോ അതുകൊണ്ട് നെഗറ്റീവ്. So these are the limiting equilibrium conditions. Sigma fx is equal to 0, sigma fy is equal to 0, and sigma moment about any point is equal to 0.